എന്നാ ഭഗവാനെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗ ഉണ്ടാവാ. രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ യാതൊരു സൂചനയുമില്ല. ബന്ധുക്കളാണെങ്കിൽ ചോദിച്ചിട്ട് വയ്യ. ഇതുപോലൊരു മരുമോളെയാണല്ലോ എനിക്ക് കിട്ടിയത്. അതെങ്ങനെയാ? 24 മണിക്കൂറും കമ്പ്യൂട്ടറിലും ഫോണിലല്ലേ. ഇനി ഉണ്ടാവോന്ന് തന്നെ ആർക്കറിയാം. അമ്മയൊന്ന് പതുക്കെ, അവൾ കേട്ട സങ്കടാവില്ലേ? ഓ സങ്കടം, നീ അവളെ സങ്കടം കെട്ടിപ്പിടിച്ചിരുന്നോടാ. ഒരു പേരക്കുട്ടീനെ കൽപ്പിക്കാൻ പറ്റാത്ത സങ്കടം ഞാൻ ആരോടെ പറയാ. ഇന്നലെ ഞങ്ങൾ ചെക്കപ്പിന് പോയല്ലോ അമ്മ. അതിൻ്റെ റിസൾട്ട് എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് പോരാ അവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നു. പിന്നെ ഒരു PGക്കാർ വീട്ടമ്മ മൊബൈൽ നോക്കുന്നല്ലേ അവൾ നോക്കുന്നുള്ളൂ. ഇന്ന് വൈകിട്ടാണ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ്. അവൾക്ക് കൂട്ടായിട്ട് അമ്മയുണ്ടാവണം. അമ്മയെ നിനക്കറിയാവുന്നല്ലേ ലക്ഷ്മി? അമ്മ പറയുന്നതിലും കാര്യമില്ലേട്ടാ. അച്ഛൻ മരിച്ചാൽ പിന്നെ ഏട്ടനെ വളർത്തിയതല്ല അമ്മയല്ലേ. അതിന് അങ്ങനെയുള്ളൊരമ്മയ്ക്ക് മകൻ്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള മോഹം അത്ര തെറ്റൊന്നുമല്ലല്ലോ. അപ്പോൾ അവ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു കുഞ്ഞിക്കാല് കാണാൻ. എനിക്ക് വിഷമമൊന്നുമില്ല. ഏട്ടൻ മറ്റൊരു വിധത്തെ കുറിച്ച് ചിന്തിക്കണം. അമ്മ പറയും പോലെ ഞാനൊരു ഒരൊറ്റ കീറ് വെച്ചെന്നാണ്ടല്ലോ. രാവിലെ തന്നെ കല്യാണാലോചന കൊണ്ട് വന്നേക്കുക, അതും സ്വന്തം ഭർത്താവിന്. കൊള്ളാം. നോക്ക്, ഇന്ന് ഹാഫ് ഡേ ലീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയെന്നോണം. അൽഹംദുലില്ലാഹ്. ലക്ഷ്മി മിഥുൻ, ഓക്കെ. റിപ്പോർട്ട് പ്രകാരം കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ലക്ഷ്മിയുടെ റിപ്പോർട്ടിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് മിസ്റ്റർ മിഥുൻ്റെ കൗണ്ടിലുള്ള കുറവാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഴപ്പമൊന്നുമല്ല. നമുക്ക് ഞാനൊരു മെഡിസിൻ എഴുതുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് ശരിയായില്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചെക്കപ്പ് കൂടി വേണ്ടി വരും. പിന്നെ അമ്മ മകളെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം ഭർത്താവിന് കൂർക്കം വലി കൂടുതലാണ് എന്ന നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് വിവാഹമോചനം വേണമെന്ന് വാശി പിടിക്കുന്നവരുടെ കാലമാണ്.
ഏട്ടൻ മരുന്ന് കഴിച്ചോ? ഉവ്. എനിക്കുള്ള മരുന്ന് എവിടെ? തനിക്കുള്ള മരുന്നോ? പ്രശ്നം എനിക്കല്ലടോ. അതിന് താനെന്തിനാ മരുന്ന് കഴിക്കണേ? എന്തിനാ ഏട്ടൻ ഇങ്ങനെ കള്ളം പറയണേ? മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ കണ്ടു. ആ റിപ്പോർട്ട് ഞാൻ വായിക്കുകയും ചെയ്തു. ഡോക്ടറെ കൊണ്ട് കള്ളം പറയിപ്പിച്ചാലേ? ഹേയ്, നിരാശപ്പെടാൻ മാത്രം പ്രോബ്ലം ഒന്നും തനിക്കില്ലടോ. അദ്ദേഹം ഒരുപാട് കുടുംബങ്ങളെ രക്ഷിച്ചിട്ടുള്ള ആളാ. എന്തായാലും ആ വാക്ക് പാഴ്വാക്കാവില്ല. എന്നാലും ഞാൻ കാരണമാണല്ലോ ഏട്ടൻ മോശക്കാരനാവണതെന്ന് ആലോചിച്ചപ്പോൾ ഈ ഒരു കാരണത്തിൻ്റെ പുറത്ത് ഇപ്പം നിന്നെ അമ്മേനൊന്നും ഒഴിവാക്കി എനിക്ക് പറ്റില്ല. മാത്രമല്ല ഇതൊന്നും ഇപ്പം അമ്മാരോടും പറയാനും പോണില്ല. ഇതുപോലത്തുള്ള കുറേ കള്ളങ്ങളൊക്കെ അല്ലടോ പല ബന്ധങ്ങളും നിലനിർത്തണേ.